കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഹവാല ഇടപാടൊക്കെ നടന്നിരിക്കുന്നു എന്ന് പറയുന്ന ആരോപണങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ഇ ഡി അക്കാര്യം വിശദമാക്കിയൊരു സാഹചര്യത്തിൽ വളരെ ശ്രദ്ധേയമായി മാറുന്ന ഒന്നാണ് ഈ അന്വേഷണ ഏജൻസികളെ വഴിതെറ്റിക്കാൻ വേണ്ടി മറ്റൊരാളുടെ പേരെടുത്ത സിം കാർഡ് വീണ തൈക്കണ്ടി ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്. വഴി തെറ്റിക്കാനല്ല, എനിക്ക് തോന്നുന്നു അതിൽ മാക്സിമം പിടിക്കപ്പെടാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. കാരണം ഈ അവർ ചെയ്തിരിക്കുന്ന പ്രവൃത്തി തന്നെയാണ് അത്തരത്തിൽ വഴി തെറ്റിക്കാനല്ല എന്നത് എനിക്ക് സംശയം, എൻ്റെ വ്യക്തിപരമായ സംശയം, പിടിവീഴാതിരിക്കാനുള്ള തന്ത്രം. കാരണം ഇവിടെ അവർ ചെയ്ത രീതി എന്ന് പറയുന്നത് മറ്റൊരാളുടെ പേരിലെടുത്ത സിം കാർഡ് എടുത്തുകൊണ്ട് നെറ്റ് കോളുകൾ ചെയ്തുകൊണ്ടായിരുന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നടത്തിക്കൊണ്ടിരുന്നത്. അത്തരത്തിലുള്ള സന്ദേശങ്ങൾ കൈമാറിയിരുന്നത് അത്തരത്തിലുള്ള നെറ്റ് സംവിധാനം വഴിയായിരുന്നു. അപ്പോൾ ഈ നെറ്റ് കോളുകൾ പൊതുവെ നമുക്ക് ട്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. പൊതുവെ ഇവിടെ നമുക്കറിയാം, ഇവിടെ വിദേശത്തേക്ക് നമുക്ക് സാധാ ഇവിടെ വിളിക്കുന്ന പോലെ നമുക്ക് വിളി നടക്കത്തില്ല. അതിനാൽ നെറ്റ് കോൾ വിളിക്കുന്നതും സ്വാഭാവികമാണ്. പക്ഷേ ഇവിടുത്തെ ഒരു അസ്വാഭാവികത തോന്നിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഒരാളെ വിളിച്ചാൽ നമ്മുടെ സ്വന്തം സിമ്മായിരിക്കുക ഉപയോഗിക്കുക. മറ്റൊരാളിൻ്റെ ഫോണിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മറച്ചു വെക്കാൻ അവിടെ ഉണ്ടാകണമെങ്കിൽ മാത്രമേ അത്തരത്തിൽ മറച്ചു വെക്കാൻ നമ്മൾ തയ്യാറാകുള്ളൂ. ഇപ്പോൾ വീണ വിജയൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്, വീണ വിജയൻ ഇത്തരത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സിം കാർഡ് അവരുടെ സ്വന്തം സിം കാർഡല്ല, നന്ദുലാൽ എന്ന് പറഞ്ഞൊരു ഡിവൈഎഫ്ഐ അംഗത്തിന്റെ സിമ്മാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അയാളെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു, ഈ നന്ദുലാലിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു. ഇപ്പം അയാളൊരു ഡെസ്റ്റിനേഷൻ മാനേജർ എന്നാണ് നമ്മൾ വാർത്തയിൽ കണ്ടിരിക്കുന്നത്. അത് റിയാസ് മന്ത്രിയായിരുന്ന സമയത്ത് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ DTPCയിലെ ഡെസ്റ്റിനേഷൻ മാനേജർ എന്നാണ് പദവി വന്നിരിക്കുന്നത്. അപ്പോൾ അതായിരുന്നു. അപ്പം ഒരു കാര്യം ഉറപ്പായി, ഇയാളും റിയാസിന്റെ വിശ്വസ്തനോ വിധേയനോ ആയ ഒരു മനുഷ്യനാണ്. അതല്ലാതെ നോർമൽ കേസിൽ ഒരാളെടുത്ത് എനിക്ക് സിം എടുത്ത് തരാമെന്ന് നിങ്ങൾക്ക് തരാമെന്ന് നമ്മൾ കൊടുക്കില്ല. അതാണ് നമുക്കൊരു ചോദ്യം. ഇപ്പം നമ്മളാണെങ്കിൽ പോലും നമ്മുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം ചേട്ടനാണെങ്കിൽ ചേട്ടൻ്റെ മകൾ, വൈഫ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് മാത്രം, നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു പുറത്തുള്ളവർക്ക് പോലും നമ്മൾ കൊടുക്കാൻ മടിക്കും. അപ്പൊ അത്തരം അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുള്ളപ്പോൾ ഇവിടെ ഈ വീണയുമായിട്ട് യാതൊരു തരത്തിൽ ബന്ധമില്ലാത്ത ഒരാൾ സിം എടുത്ത് കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അസ്വാഭാവികതയുണ്ട്. പിന്നെ രണ്ടാമത്, ഈ നന്ദുലാൽ പറഞ്ഞിരിക്കുന്നത് വീണ ഇതുപോലെ മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടു, എടുത്തു കൊടുക്കാൻ പറഞ്ഞു, എടുത്തു കൊടുത്തു. അതാണ് മറ്റൊരു ഡൗട്ട്. കാരണം സ്വന്തം പേര് മറ്റൊരാൾ സിം കാർഡ് വേണമെന്ന് പറയുമ്പോൾ ഏത് മനുഷ്യനും സംശയിക്കും. ഇവിടെ അത്തരത്തിൽ എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞ് എനിക്ക് മറ്റൊന്നും അറിയത്തില്ല എന്ന് പറയുന്നതിൽ തന്നെ എന്തൊക്കെ കള്ളങ്ങൾ ബാക്കിയാണ്. ഇത് ഇവരെല്ലാം കൂടെ ചേർന്ന് നടത്തിയ കൂട്ടുകച്ചവടങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീണയാണ് ഈ കച്ചവടങ്ങൾ നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വന്തം സിം കാർഡ് ഉപയോഗിച്ചാൽ ഭാവിയിൽ എന്തെങ്കിലും കാരണവശാൽ പിടിക്കപ്പെടില്ല എന്നൊരു കരുതി, എങ്ങാനും പിടിക്കപ്പെട്ടാൽ ഒരു പ്ലാൻ ബി ആയിട്ട് ചെയ്ത പരിപാടിയായിരിക്കും ഇത്. ഈ സിം കാർഡ് ഇയാളെ പേരിൽ എടുപ്പിച്ചിട്ടുള്ളത്, ഈ നന്ദുലാലിൻ്റെ പേരിൽ. ഈ നന്ദുലാലും നിഖില പേരും എല്ലാവരും തന്നെ റിയാസിനൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം കോഴിക്കോട് നടത്തിയിരുന്നവരാണ്. ഇവരെല്ലാം തന്നെ ഓരോരോ ബിസിനസ് ചെയ്ത് വളരെ പെട്ടെന്ന് അതിൻ്റെ ബിസിനസ് വളർച്ച ഉണ്ടാക്കിയവരാണ്, ധനികരായ ആളുകളാണ്. അപ്പോൾ ഇതൊക്കെ ഇവരെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരും, ഇവരെ ചോദ്യം ചെയ്യേണ്ടി വരും ഇടിക്ക്. കാരണം അത് നോർമൽ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഇത് ഹവാല, വിദേശ രാജ്യങ്ങളെ ബന്ധപ്പെട്ടുള്ള ഹവാല ഇടപാട് നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് അതീവ ഗുരുതരമായ ഫെമ നിയമങ്ങളുടെയൊക്കെ തന്നെ ലംഘനമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ വീണ വിജയനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. മാത്രമല്ല, ഈ കൂട്ടുന്നവരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇതിനു വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത ആളുണ്ടെങ്കിൽ, ഒരു കുറ്റം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കുറ്റം ചെയ്തവനെ മാത്രമല്ല, കുറ്റം ചെയ്യാൻ കൂട്ടുന്നവരെ കേസെടുക്കുന്നത് നമ്മുടെ നാട്ടിലൊരു രീതിയാണ്. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ശൃംഖല ഉണ്ട് എന്ന് മനസ്സിലായില്ലേ. ഇത് ഇനിയും അന്വേഷിച്ച് ഒരുപക്ഷെ ചെല്ലുകയാണെങ്കിൽ ഇനി ഒരുപാട് ആളുകളിലേക്ക് ചെന്ന് എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ ഈ രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ ഇത്തരത്തിലൊരു അധോലോക ശൈലിയിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്. സാങ്കേതിക സംവിധാനങ്ങൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പരമാവധി പൈസ ഉണ്ടാക്കാം എന്നുള്ള പരിപാടി തന്നെ ഇവർ ചെയ്തിരുന്നില്ല. നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞു വരുമ്പോഴും ഇടയ്ക്ക് ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പം വീണയ്ക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലാതെ, കാരണം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു, തുടങ്ങിയ കമ്പനികളൊക്കെ 8 നിലയിൽ പൊട്ടി എന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം അത്രയും പോലും ഒരു തരത്തിലും ഒന്നിനെക്കുറിച്ചും വലിയ ഐഡിയ ഇല്ലാത്ത ഒരാളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ പറയുന്ന പോലെ മുഹമ്മദ് റിയാസ് അല്ലെങ്കിൽ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നീക്കം. കാരണം ചിലപ്പോൾ വീണയ്ക്ക് ഈ പറയുന്ന പോലെ ഒന്നും അറിയത്തില്ല, എന്താ എങ്ങനെയാണെന്ന് പറഞ്ഞ പോലെ ദിവസം ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായതാണ്. കാരണം പലരും ചോദിക്കാൻ വീണ ബബ അടിക്കുകയാണെന്നാണ്. കാരണം അറിയില്ല എന്താണെന്നുള്ള പറയാൻ. നമ്മൾ ഒരു ഇത്തരത്തിലുള്ള വലിയ അന്താരാഷ്ട്ര തലത്തിലുള്ള തരികട നടത്താൻ ഇറങ്ങുമ്പോൾ നമുക്ക് നല്ല ധാരണ വേണം. ഈ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്നവന്മാരെ ചോദ്യം ചെയ്യാൻ വിളിച്ചുകൊണ്ട് പോലും അവരെന്ത് ഡീറ്റെയിൽസ് കിട്ടണം ബുദ്ധിമുട്ടായിരിക്കുന്നത്. കാരണം അവനെക്കുറിച്ച് നല്ല ധാരണയാണ്.
ഇപ്പോൾ IT രംഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തട്ടിപ്പടത്തിയവനൊക്കെ പിടിച്ചുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ നിന്ന് വിവരങ്ങൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ തന്നെ പലപ്പോഴും വാർത്തകൾ കൊടുത്തിട്ടുള്ളതാണ്. കാരണം കൃത്യമായിട്ട് അവൻ പറയില്ല എന്താണെന്നുള്ളത്. അവൻ പറയാതെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റില്ല. നമുക്കത് അറിയാലോ, സൈബർ മേഖലയിലൊക്കെ തന്നെ ഇതിൽ അതിവിദഗ്ധന്മാരായ ഭീകര കള്ളന്മാരുണ്ട്. യുവന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല. അതിന് വിദഗ്ധരെ കൊണ്ടുവന്ന് ഒരുപാട് സമയമെടുത്ത് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതത്രയും മിടുക്കരുടെ കാര്യം. മിടുക്കരായി ഇത് മിടുക്കിയല്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ. അതെ. പക്ഷേ ചുറ്റും നിന്ന ഈ ആശാന്മാർക്ക് വലിയ ധാരണ ഉള്ളവർ തോന്നുന്നില്ല. ഈ കൂടെ നിന്ന് സിം എടുത്ത് കൊടുത്തവർക്കും ഈ നന്ദുലാലിനും അല്ലെങ്കിൽ നിഖിലും ഒക്കെ ഇതിനെക്കുറിച്ച് ഒരുപക്ഷെ ഇതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് അവർക്ക് ധാരണയില്ലായിരുന്നു അവർ സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം ഇതൊരു വലിയ മാഫിയ നെറ്റ്വർക്കാണെന്നുള്ള കാര്യം ചിലപ്പോൾ ഒന്നും അവർക്ക് അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ ഉള്ള പങ്ക് അവർക്ക് കിട്ടിക്കാണുമായിരിക്കും. അതായത് ഈ സിം എടുത്ത് കൊടുത്തതായിട്ട് പറയുന്നത് 2024, അതായത് മാസപ്പടി കേസ് വിവാദങ്ങളൊക്കെ വന്നതിന് ശേഷം. അപ്പോൾ തന്നെ അതിനകത്ത് ഒരു തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം എന്നുള്ള രീതിയിലും ഈ ഒരു നീക്കത്തെ സംശയിക്കുന്നുണ്ട്. സ്വാഭാവികം. 2024 എന്ന് പറഞ്ഞാൽ കഴിച്ച് 2 വർഷമാണ്. അതിന് മുമ്പ് തന്നെ വിവാദം കത്തി തുടങ്ങിയിട്ടുണ്ട്. വീടിൻ്റെ പേരുള്ള ആരോപണങ്ങൾ വരികയും. പക്ഷേ അന്നൊന്നും തന്നെ ഈ ലേക്കറിൻ്റെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലായിരുന്നു. റിയാസ് പറയുന്ന അയാൾ തിരഞ്ഞെടുപ്പ് മത്സരിച്ച സമയത്ത്, കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് മത്സരിച്ച സമയത്ത് അത് നോമിനേഷനിൽ സ്വത്ത് വിവരങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു, ഭാര്യയുടെ സ്വത്തിൻ്റെ ഭാഗം ഉൾപ്പെടുത്തിയിരുന്നു പറയുന്നതല്ലാതെ ബാക്കി ആർക്കും അറിയില്ല. ലേക്കറിനെ കുറിച്ച് നമ്മൾ ഈ മാധ്യമങ്ങൾ തന്നെ കേൾക്കുന്നത് ED വന്ന് മരവിപ്പിച്ച കൂട്ടത്തിൽ ഒരു 16 ലക്ഷം രൂപ അന്ന് ED വന്നപ്പോഴാണ് ഈ ഒരു കമ്പനിയെ കുറിച്ച് മാധ്യമങ്ങൾ കൂടുതൽ അറിയുന്നത്. അല്ല, ഇത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ തന്നെ. ഈ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ തൊഴിലാളികളുടെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ പേരും പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളിൻ്റെ കുടുംബം ഇമാതിരി ഒരു നാടിനെ കൊള്ളയടിക്കാൻ നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്ത പല വാർത്തകളും നമ്മൾ ഞെട്ടിപ്പിക്കുന്നതല്ലേ. ഈ മറ്റേ ഡിജിറ്റൽ സർവേക്ക് വേണ്ടി ടാബ് വാങ്ങിച്ചിട്ടുണ്ട്. 17,000 വിലയുള്ള ടാബിന് 2,85,000 രൂപയാണ് വാങ്ങിച്ചത്. ഇതുപോലെയുള്ള കൊള്ളാലാണ് ഇവർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എങ്ങോട്ട് പോയി എന്നുള്ളത് ഇനി അന്വേഷിച്ച് ചെല്ലുമ്പോണ്ടല്ലേ ഇത്തരത്തിലുള്ള ഒരുപാട് കടലാസ് കമ്പനികൾ കാണും. ഇത്ര ടാബ് വാങ്ങിച്ചു എന്നുണ്ടെങ്കിൽ അത് 15,000 രൂപ വിലയുള്ള 2,85,000 ഇട്ടെങ്കിൽ അത് ഇവരറിയാതെ ഒരിക്കലും സംഭവിക്കില്ല. അപ്പോൾ അതിൻ്റെ ഏത് കമ്പനിയെന്ന് അന്വേഷിക്കേണ്ടി വരും. ഈ ഓരോ പേരിലും ഓരോ ഷെൽ കമ്പനിയല്ലേ. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഇത് ഒരു അന്തമില്ലാത്ത അവസ്ഥയിലേക്ക് പോകേണ്ടി വരും. ഇത് ഇൻ്റർപോൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട ഒരു കേസായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. CBI അന്വേഷിക്കണമെന്ന് എല്ലാവരും ആവശ്യപ്പെടുന്നത്. CBI അന്വേഷിച്ചാൽ ഈ പറഞ്ഞതുപോലെ അവസാനം ഈ അന്തർധാരങ്ങളുണ്ടാവുമോ, ഈ ഇടപെടൽ വിദഗ്ധന്മാർ കയറി ഇടപെട്ടളയോ എന്നൊക്കെ ഭയക്കേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞത് ഇൻ്റർപോളിനെ ഏൽപ്പിക്കേണ്ട ഒരു കേസാണിത്. കാരണം അന്താരാഷ്ട്ര തലത്തിൽ നടന്ന ഹവാല തട്ടിപ്പെന്ന് പറഞ്ഞാൽ ഇൻ്റർപോൾ അന്വേഷിക്കേണ്ടതാണത്. പക്ഷേ അത് നമ്മുടെ നാട്ടിലെ നിലവിലെ ഭരണകക്ഷി പഴയ പ്രതിപക്ഷം അവരക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കും. ഭരണമുണ്ടല്ലോ അവർക്കതിനു വേണ്ടി അവർ മുന്നിട്ടിറങ്ങുകയും ചെയ്താൽ അത് യാഥാർത്ഥ്യമാകുക തന്നെ ചെയ്യും. പക്ഷേ ഇതൊരു വലിയ മാഫിയ സംഘം തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നെന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. ഇത് വിസ്മയിപ്പിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയും വലിയ ഒരു ക്രമക്കേടും തട്ടിപ്പും പണമിടപാടും ഒക്കെ അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ദിവസങ്ങൾ ചെല്ലുന്തോറും ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇനി പുറത്ത് വന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. നമ്മളെ കരുതിയിരുന്നത് കേസ് അന്വേഷണം ഇത് തീർന്നു പൊളിച്ചേട്ടി. പലരും നമ്മളെ ചോദിക്കും, നമ്മളെ സുഹൃത്തുക്കൾ ചോദിക്കും, എന്തായാലും നിങ്ങളങ്ങ് ഇപ്പം അവരെ പിടിച്ച് അകത്തിടും എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുത്തിട്ടുണ്ടാണല്ലോ, ഇപ്പം ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ നമ്മളത് പറയുമ്പോൾ തന്നെ മാത്യു കുഴൽനാടൻ MLA അദ്ദേഹം ഇതിനെതിരെ പോയി സുപ്രീം കോടതിയിലും പോയി അദ്ദേഹം കോടതിയുടെ വിമർശനം നേരിട്ട പശ്ചാത്തലത്തില് സഖാക്കൾ അങ്ങ് നിരന്ന് നിന്ന് അട്ടഹസിക്കായിരുന്നു. എന്ത് എവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ട് ഇത് പഴയ സിംഗപ്പൂരിലെ കമല എന്റർപ്രൈസസ് പോലെ ഉള്ളതാണോ, നിങ്ങൾ പണ്ട് പിണറായി വിജയന്റെ ഭാര്യയുടെ പേര് അങ്ങനെ ഒരു വിദേശത്ത് ഒരു കമല എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞ് വാർത്ത വന്നിരുന്നു. അന്ന് കുഴലപ്പൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു പരിഹാസങ്ങളൊക്കെ. അപ്പം അന്ന് അവർ പരിഹസിച്ചവർക്ക് ഇന്നിപ്പോൾ എന്ത് പറയാനുണ്ട് എന്നുള്ളൊരു ചോദ്യം ബാക്കി. അത് പിന്നെ അവർ മറന്നു. എനിക്ക് ഓർമ്മയില്ലെന്ന് പറയും. മറ്റേ ഇന്നസെന്റ് പറയുമ്പോൾ യജമാനെ എനിക്ക് ഒരു സത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയും. ഓർമ്മയില്ല. അല്ലെങ്കിൽ DFI സംസ്ഥാന സമ്മേളനത്തിൽ ഇന്നലെ ഇന്നൊക്കെ നടക്കുമ്പോൾ അവിടെ വിഷയം ചർച്ചയ്ക്ക് വരേണ്ടതല്ലേ? ആര് ചർച്ച ചെയ്യാൻ പോകണം? പിണറായി വിജയൻ നാളെ അങ്ങോട്ട് അവിടെ പ്രസംഗിക്കാനും പോകുന്നുണ്ട്. ഇത് കാര്യമില്ല. അപ്പോൾ എന്താണെങ്കിലും ഇത് ഒരു വലിയ അന്താരാഷ്ട്ര ബന്ധമുള്ള വലിയ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. ഇത് CBI പോരാ, ഇൻ്റർപോൾ തന്നെ അന്വേഷിക്കണം. അതിന് സംസ്ഥാന സർക്കാർ അതിൻ്റെ നടപടിക്രമങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടതുണ്ട്. കാരണം രാജ്യത്തെ ഇൻ്റർപോളിൻ്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് CBI ആണ്. CBI ബന്ധപ്പെട്ടാൽ മതി. അന്താരാഷ്ട്ര തലത്തിൽ നടന്നൊരു വിഷയമാണെന്ന് പറഞ്ഞാൽ അവർക്ക് അന്വേഷിക്കാനും പറ്റും.